Hi friends, welcome to Royalty Accounts Part 3. Case 1. When there is no minimum rent clause. Problem number 1. On 1st January 2012, Minerva Limited took on lease a coal field from Earth Limited on a royalty of rupees 12 per ton of coal raised payable on 31st December every year. The following are the result of working for the last 4 years. 1st January 2012 മിനർവ ലിമിറ്റഡ് ഒരു കോൾ ഫീൽഡ് എർത്ത് ലിമിറ്റഡിൽ നിന്നും ലീസിനെടുക്കുന്നത്. ഇവിടെ ലെസർ എർത്ത് ലിമിറ്റഡ് ആണ്, ലെസി മിനർവ ലിമിറ്റഡ് ആണ്. റോയൽറ്റി ചാർജ് ചെയ്യുന്നത് 12 per ടൺ ആണ്. ഓരോ ടണ്ണ് കോൾ റേസ് ചെയ്യുമ്പോഴും 12 രൂപയാണ് റോയൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. റോയൽറ്റി പേയ്മെൻറ്റ് നടത്തേണ്ടത് എല്ലാ വർഷവും ഡിസംബർ 31 വർക്കിംഗ് റിസൾട്ട് ലാസ്റ്റ് 4 ഇയേഴ്സിലെ താഴെ തന്നിരിക്കുന്നു. ഇയർ 2012 പ്രൊഡക്ഷൻ 4500 ടൺസ്, 2013 5200 ടൺസ്, 2014 6000 tons, 2015 6300 tons. Give journal entries and ledger accounts in the books of Minerva Limited and Earth Limited for the 4 years. നമ്മളോടിവിടെ മിനർവ ലിമിറ്റഡിൻ്റെയും എർത്ത് ലിമിറ്റഡിൻ്റെയും, അതായത് ലെസിയുടെയും ലെസറുടെയും ബുക്കിലെ ജേണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ലെസിയുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് ആണ് എഴുതേണ്ടത്. മിനർവ ലിമിറ്റഡിൻ്റെ ബുക്കിലെ ജേണൽ എൻട്രീസ് നോക്കാം. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് മിനർവ ലിമിറ്റഡ്. ഡേറ്റ് 2012 ഡിസംബർ 31. ഫസ്റ്റ് എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റർ ടു എർത്ത് ലിമിറ്റഡ്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ടു എർത്ത് ലിമിറ്റഡ്. എമൗണ്ട് ഓഫ് റോയൽറ്റി ഡ്യൂ അറ്റ് rupees 12 per ton ഓൺ 4500 ടൺസ്. ഫസ്റ്റ് ഇയറിലെ, അതായത് 2012 പ്രൊഡക്ഷൻ 4500 ടൺ ആയിരുന്നു. 4500 ഇൻറ്റു 12 ആണ് ഇവിടെ റോയൽറ്റി ആയിട്ട് വരുന്നത്. റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4500 ഇൻറ്റു 12 ആണ്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. എമൗണ്ട് 54,000 ആണ്. നെക്സ്റ്റ് എൻട്രി എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് ഓഫ് റോയൽറ്റി പെയ്ഡ്. റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. 54,000 ആണ് ഇവിടെ റോയൽറ്റിയുടെ എമൗണ്ട് വരുന്നത്. സെയിം എമൗണ്ട് തന്നെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റർ ടു റോയൽറ്റി അക്കൗണ്ട്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റർ ടു റോയൽറ്റി അക്കൗണ്ട്. റോയൽറ്റി ട്രാൻസ്ഫേർഡ് ടു പ്രൊഡക്ഷൻ അക്കൗണ്ട്. മിനർവ ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. ആ റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് റോയൽറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. 54,000 ആണ് എമൗണ്ട്. നെക്സ്റ്റ് ഇയർ 2013 ഡിസംബർ 31. എൻട്രി എല്ലാ വർഷവും സെയിം തന്നെയാണ്, എമൗണ്ടിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ടു എർത്ത് ലിമിറ്റഡ്. amount of royalty due on
5,200 tons at ₹12 per ton. സെക്കൻഡ് ഇയറിൽ, അതായത് 2013 5,200 tons ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ് റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ്. റോയൽറ്റി എമൗണ്ട് വരുന്നത് 62,400 ആണ്. 5,200 × 12 ആണ് 62,400. നെക്സ്റ്റ് എൻട്രി എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് ഓഫ് റോയൽറ്റി പെയ്ഡ്. റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് സെയിം തന്നെയാണ് 62,400. നെക്സ്റ്റ് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി അക്കൗണ്ട്. എമൗണ്ട് 62,400. റോയൽറ്റി ട്രാൻസ്ഫേർഡ് ടു പ്രൊഡക്ഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് ഇയർ 2014 ഡിസംബർ 31. എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ്. എമൗണ്ട് ഓഫ് റോയൽറ്റി ഡ്യൂ ഓൺ 6,000 tons at ₹12 per ton. തേർഡ് ഇയറിൽ, അതായത് 2014 6,000 ton ആണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ റോയൽറ്റിയുടെ എമൗണ്ട് വരുന്നത് 6,000 × 12 ആണ് 72,000. നെക്സ്റ്റ് എൻട്രി എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. എമൗണ്ട് ഓഫ് റോയൽറ്റി പെയ്ഡ്. റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. എമൗണ്ട് 72,000. നെക്സ്റ്റ് എൻട്രി പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി. റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. 72,000 ആണ് എമൗണ്ട്. ലാസ്റ്റ് ഇയർ 2015 ഡിസംബർ 31. എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ്. എമൗണ്ട് ഓഫ് റോയൽറ്റി ഡ്യൂ ഓൺ 6,300 tons at ₹12 per ton. ലാസ്റ്റ് ഇയറിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് 6,300 tons ആണ്. റോയൽറ്റിയുടെ എമൗണ്ട് വരുന്നത് 6,300 × 12. എമൗണ്ട് 75,600. നെക്സ്റ്റ് എൻട്രി എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. എമൗണ്ട് 75,600. ലാസ്റ്റ് എൻട്രി റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. എമൗണ്ട് സെയിം തന്നെയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി 75,600. നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് മിനർവ ലിമിറ്റഡ്. ജെസിയുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടുകൾ റോയൽറ്റി അക്കൗണ്ട്, എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട്, പ്രൊഡക്ഷൻ അക്കൗണ്ട്. റോയൽറ്റി അക്കൗണ്ട്, എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട്, പ്രൊഡക്ഷൻ അക്കൗണ്ട്. ഫസ്റ്റ് റോയൽറ്റി അക്കൗണ്ടിലേക്ക് പോവാം. ആദ്യത്തെ എൻട്രി നമുക്ക് ഓരോ എൻട്രി നോക്കിയിട്ട് അതനുസരിച്ച് പോസ്റ്റിംഗ് ചെയ്തു പോകാം. 2012 ഡിസംബർ 31 ആദ്യത്തെ എൻട്രി വരുന്നത്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ് എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ്. അപ്പം റോയൽറ്റി അക്കൗണ്ടിൽ പോസ്റ്റിംഗ് വരുന്നത് ടു എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട്. എമൗണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. 4,500 × 12. 4,500 × 12 ആണ് റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 54,000 ആണ് എമൗണ്ട്. 54,000. ഡേറ്റ് വരുന്നത് 2012 ഡിസംബർ 31. ഇനി എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് വരും. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ വരുന്നത് ബൈ റോയൽറ്റി അക്കൗണ്ട്. സെയിം എമൗണ്ട് തന്നെ കൊടുക്കാം. ഡേറ്റ് 2012 ഡിസംബർ 31. ഇനി നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്.
എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്ററ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റിയുടെ പേയ്മെന്റ് നടത്തുകയാണ്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്ററ്റ് ടു ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വരും. ടു ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് 54,000, ഡേറ്റ് 2012 ഡിസംബർ 31. ഇനി നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. റോയൽറ്റി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ലെസിയെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി എക്സ്പെൻസ് ആണ്. പ്രൊഡക്ഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്, ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്, എമൗണ്ട് 54,000 തന്നെയാണ്. ഡേറ്റ് 2012 ഡിസംബർ 31. ഇനി പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ സെയിം എൻട്രി തന്നെ നമ്മൾ കൊടുക്കണം. പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ 2012 ഡിസംബർ 31 ബൈ ടു റോയൽറ്റി, ടു റോയൽറ്റി എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു റോയൽറ്റി അക്കൗണ്ട് 54,000. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിലെ എല്ലാ എൻട്രിയും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റോയൽറ്റി അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. രണ്ട് സൈഡിലും 54,000 എമൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എർത്ത് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേ എമൗണ്ട് തന്നെ വന്നിട്ട് 54,000 എമൗണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ നമുക്ക് മറ്റ് എൻട്രീസ് ഡേറ്റ ഒന്നും അവൈലബിൾ അല്ല. ഇവിടെയും കൂടെ നമുക്ക് ക്ലോസ് ചെയ്ത് ഇടാം. ഇനി സെക്കൻഡ് ഇയറിലേക്ക് പോവാം. സെക്കൻഡ് ഇയറിലും സെയിം എൻട്രീസ് തന്നെയാണ് വരുന്നത്, പക്ഷേ എമൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. 2013 ഡിസംബർ 31 എൻട്രീസ് വരുന്നത്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. റോയൽറ്റി അക്കൗണ്ട് അറ്ററ്റ് ടു എർത്ത് ലിമിറ്റഡ്, ഇവിടെ 2013 ഡിസംബർ 31. റോയൽറ്റി അക്കൗണ്ടിൽ ടു എർത്ത് ലിമിറ്റഡ്, എമൗണ്ട് 62,400. റോയൽറ്റി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. 5,200 ടണ്ണാണ്, ₹12 per ടൺ ആണ്. 5,200 × 12. ഇനി സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് എർത്ത് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും വരും. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി എന്നായിരിക്കും എൻട്രി വരുന്നത്. ബൈ റോയൽറ്റി, ബൈ റോയൽറ്റി എമൗണ്ട് 62,400. 2013 ഡിസംബർ 31. ഇനി അടുത്ത എൻട്രി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്ററ്റ് ടു ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പോസ്റ്റ് ചെയ്യാം. 2013 ഡിസംബർ 31. എമൗണ്ട് 62,400. ഇനി അടുത്തത് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്ററ്റ് ടു റോയൽറ്റി എന്നാണ് എൻട്രി വരുന്നത്. പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ടു റോയൽറ്റി എന്ന് കൊടുക്കാം. ടു റോയൽറ്റി 2013 ഡിസംബർ 31. എമൗണ്ട് 62,400 ആണ്. ഇനി റോയൽറ്റി അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് വരുന്നുണ്ട്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്, ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്, എമൗണ്ട് 62,400. നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. റോയൽറ്റി അക്കൗണ്ടിൽ രണ്ട് സൈഡ് ഈക്വലാണ്. എമൗണ്ട് 62,400 എടുത്തെഴുതാം. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിലും ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേ എമൗണ്ട് തന്നെയാണ്. 62,400 ടോട്ടൽ ചെയ്ത് കാണിക്കുക. ഇനി പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ മാത്രമേ എൻട്രി വന്നിട്ടുള്ളൂ.
മറ്റ് ഡേറ്റ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് 62,400 നമുക്ക് ഇവിടെ ടോട്ടൽ ചെയ്ത് കാണിക്കാം. റോയൽറ്റി എന്ന് പറയുന്ന പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് പോകാം. 2014 ആണ്. 2014 ഡിസംബർ 31 അടുത്ത എൻട്രീസ് വരുന്നത്. എൻട്രീസ് സെയിം ആണ്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ് ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ ടു എർത്ത് ലിമിറ്റഡ് ആദ്യത്തെ എൻട്രി. റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ ടു എർത്ത് ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ്. റോയൽറ്റി അക്കൗണ്ടിൽ ടു എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് 2014 ഡിസംബർ 31. എമൗണ്ട് വരുന്നത് 72,000 ആണ്. 6,000 ടണ്ണ് ₹12 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 6,000 × 12 72,000 എമൗണ്ട് കൊടുക്കാം. സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് എർത്ത് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ വരും. എർത്ത് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബൈ റോയൽറ്റി അക്കൗണ്ട് 2014 ഡിസംബർ 31. എമൗണ്ട് 72,000 തന്നെ കൊടുക്കുക. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. എർത്ത് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പോസ്റ്റ് ചെയ്യുക. ടു ബാങ്ക് അക്കൗണ്ട് 2014 ഡിസംബർ 31 ആണ് ഡേറ്റ്. എമൗണ്ട് 72,000 ആണ്. അടുത്തത് റോയൽറ്റി എന്ന് പറയുന്ന എക്സ്പെൻസ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 72,000 ആണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ലെറ്റർ ടു റോയൽറ്റി എന്നാണ് എൻട്രി. അതിന്റെ പോസ്റ്റിംഗ് റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്ന് വരും. പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ടു റോയൽറ്റി എന്നാണ് വരുന്നത്. ടു റോയൽറ്റി 2014 ഡിസംബർ 31 ആണ് ഡേറ്റ് വരുന്നത്. എമൗണ്ട് 72,000. ഇനി നമുക്ക് അക്കൗണ്ടുകൾ ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. റോയൽറ്റി അക്കൗണ്ടിൽ രണ്ട് സൈഡും ഈക്വൽ ആണ്, ബാലൻസ് ഒന്നുമില്ല. 72,000 ടോട്ടലായിട്ട് എടുത്ത് എഴുതുക. ഇനി എർത്ത് ലിമിറ്റഡിന്റെ അക്കൗണ്ട് നോക്കാം. എർത്ത് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും രണ്ട് സൈഡും ഈക്വൽ ആണ്, ബാലൻസ് ഒന്നുമില്ല. ഇനി പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ നമുക്ക് ആകെ ഒരു എൻട്രി മാത്രമേ വന്നിട്ടുള്ളൂ. പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ മറ്റ് ഡേറ്റ ഒന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് ഇതുപോലെ ടോട്ടൽ ചെയ്തിടുക. ഇനി അടുത്ത ഇയർ 2015 ആണ്. 2015 സെയിം എൻട്രീസ് തന്നെയാണ് വരുന്നത്. ആദ്യം റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ ടു എർത്ത് ലിമിറ്റഡ് എന്നാണ് എൻട്രി. റോയൽറ്റി അക്കൗണ്ടിൽ ടു എർത്ത് ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. 2015 ഡിസംബർ 31. ടു എർത്ത് ലിമിറ്റഡ് 75,600 ആണ് വരുന്നത്. 75,600 ആണ്. 6,300 ടൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ. 6,300 × 12 ആണ് ഇവിടെ നമ്മുടെ റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് വരും. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ റോയൽറ്റി 2015 ഡിസംബർ 31 ആണ്. എമൗണ്ട് 75,600 ആണ്. ഇനി രണ്ടാമത്തെ എൻട്രി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പോസ്റ്റ് ചെയ്യുക. ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 75,600 ആണ്.
നെക്സ്റ്റ് റോയൽറ്റി എന്ന് പറയുന്ന എക്സ്പെൻസ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി എന്നാണ് എൻട്രി വരുന്നത്. പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ടു റോയൽറ്റി എന്ന് കൊടുക്കുക. പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ടു റോയൽറ്റി എന്ന് കൊടുക്കുക. എമൗണ്ട് 75,600 ആണ്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 75,600 ആണ്. ഡേറ്റ് 2015 ഡിസംബർ 31 ആണ്. ഇനി നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. രണ്ട് സൈഡിലും 75,600 ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ടോട്ടൽ എടുത്തെഴുതുക. 75,600 ആണ്. എർത്ത് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും അതുപോലെ തന്നെ ബാലൻസ് ഒന്നുമില്ല, രണ്ട് സൈഡും ഈക്വൽ ആണ്. 75,600 എടുത്തെഴുതുക. പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ മാത്രമേ ട്രാൻസാക്ഷൻ നമുക്ക് ഉള്ളൂ. 75,600 എടുത്ത് എഴുതുക. അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് മിനർവ ലിമിറ്റഡ്. ലെസിയുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് അക്കൗണ്ട് റോയൽറ്റി അക്കൗണ്ട് 2012 ഡിസംബർ 31 ടു എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് 54,000 ഡെബിറ്റ് വന്നിരിക്കുന്നു. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ് എന്നുള്ള എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ അതായത് 2012 റോയൽറ്റി 54,000 ആണ്. ആ സെയിം എമൗണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് 54,000 വന്നിരിക്കുന്നു. റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി എന്നുള്ള എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരേ എമൗണ്ട് ആയതുകൊണ്ട് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് ഒന്നുമില്ല. സെക്കൻഡ് ഇയറിലും ഇതുപോലെ തന്നെ 2013 ഡിസംബർ 31 ടു എർത്ത് ലിമിറ്റഡ് റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി അക്കൗണ്ട് എന്നുള്ള എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ബൈ പ്രൊഡക്ഷൻ 62,400 ആണ് സെക്കൻഡ് ഇയറിലെ റോയൽറ്റിയുടെ എമൗണ്ട്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എമൗണ്ട് ഈക്വൽ ആയിട്ട് വരുന്നു. അതുകൊണ്ട് ബാലൻസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് 2014 ഡിസംബർ 31 ഡെബിറ്റ് സൈഡിൽ ടു എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ് എന്നാണ് എൻട്രി. തേർഡ് ഇയറിലെ റോയൽറ്റിയുടെ എമൗണ്ട് 72,000 ആണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇയർ 2015 ഡിസംബർ 31 ടു എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. എമൗണ്ട് 75,600 ആണ്. നെക്സ്റ്റ് അക്കൗണ്ട് എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് ആണ്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ടിൽ ഡെബിറ്റ് വന്നിരിക്കുന്നത് ടു ബാങ്ക് അക്കൗണ്ട് ആണ്. റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് 54,000 ആണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് ഫസ്റ്റ് എൻട്രി അതായത് റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ബൈ റോയൽറ്റി അക്കൗണ്ട് എമൗണ്ട് 54,000 ആണ്. രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആയിട്ട് വരുന്നു. അതുകൊണ്ട് ബാലൻസ് ഒന്നും വരുന്നില്ല. സെക്കൻഡ് ഇയറിൽ 2013 ഡിസംബർ 31 ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത് ബൈ റോയൽറ്റി അക്കൗണ്ട് ആണ്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ്.
റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു എർത്ത് ലിമിറ്റഡ് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എമൗണ്ട് 62,400 ആണ്. ഇവിടെ എമൗണ്ട് ഡ്യൂ ആവുന്നത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. സെയിം എമൗണ്ട് തന്നെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ അക്കൗണ്ട് ക്ലോസ് ആകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഡ്യൂ ആകുന്ന ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുന്നു, എന്നാൽ പേയ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്കും അത് ഡെബിറ്റ് സൈഡിൽ വരുന്നു. അപ്പം രണ്ട് സൈഡും ഈക്വൽ ആകുന്നു. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് 2014 ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. എമൗണ്ട് 72,000 ആണ്. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. നെക്സ്റ്റ് 2015 December 31 ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. എമൗണ്ട് 75,600 ആണ്. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ഈ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും വരുന്നില്ല. എല്ലാ ഇയറിലും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വലായിട്ട് വരുന്നു. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ അക്കൗണ്ട്. എല്ലാ വർഷത്തെയും റോയൽറ്റിയുടെ എമൗണ്ട് പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. റോയൽറ്റി അക്കൗണ്ട് പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ക്ലോസ് ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് എല്ലാ വർഷവും റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നത്. റോയൽറ്റി എന്ന് പറയുന്നത് ലെസിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 2012 December 31 ടു റോയൽറ്റി അക്കൗണ്ട് 54,000. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ടു റോയൽറ്റി അക്കൗണ്ട് 54,000. നെക്സ്റ്റ് 2013 December 31 പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി അക്കൗണ്ട് എമൗണ്ട് 62,400 ആണ്. ഇവിടെ പ്രൊട്ടക്ഷൻ അക്കൗണ്ടിൽ ടു റോയൽറ്റി അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. നെക്സ്റ്റ് 2014 December 31 പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി അക്കൗണ്ട്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രൊട്ടക്ഷൻ അക്കൗണ്ടിൽ ടു റോയൽറ്റി അക്കൗണ്ട് എന്ന് വന്നിരിക്കുന്നു. എമൗണ്ട് 72,000 ആണ്. ലാസ്റ്റ് ഇയറിൽ 2015 December 31 പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. റോയൽറ്റിയുടെ എമൗണ്ട് 75,600 ആണ്. ടു റോയൽറ്റി അക്കൗണ്ട് എന്നാണ് എൻട്രി വന്നിരിക്കുന്നത്, പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ അക്കൗണ്ടിൻ്റെ മറ്റ് എൻട്രീസ് നമുക്ക് അറിയില്ല. നമുക്ക് ഇവിടെ ലഭ്യമായ ഇൻഫർമേഷൻ വെച്ച് റോയൽറ്റി മാത്രം പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വിവരമേ നമുക്കറിയുള്ളൂ. അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ അക്കൗണ്ടിൽ മറ്റ് എൻട്രീസ് ഒന്നും നമ്മൾ എൻട്രി ചെയ്യാത്തത്. മറ്റ് പല എൻട്രീസും പ്രൊട്ടക്ഷൻ അക്കൗണ്ടിൽ വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഇല്ല. റോയൽറ്റി ഡെബിറ്റ് സൈഡിൽ വരുന്നത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. അതുകൊണ്ട് ആ എൻട്രി മാത്രമാണ് നമ്മളിവിടെ എൻട്രി ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ലെസറുടെ ബുക്കിലെ, അതായത് എർത്ത് ലിമിറ്റഡിന്റെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ഇവിടെയും 3 എൻട്രീസ് മാത്രമാണ് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് എൻട്രി റോയൽറ്റിയുടെ എമൗണ്ട് ഡ്യൂ ആവുന്നതാണ്. അതായത് ലെസർക്ക് എമൗണ്ട് കിട്ടാനുള്ള സമയമാകുക എന്നാണ് ഡ്യൂ ആകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻട്രി മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ്. ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത് മിനർവ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്, ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്, ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. ഡേറ്റ് വരുന്നത് 2012 December 31. എമൗണ്ട് സെയിം തന്നെയാണ്. കഴിഞ്ഞ, അതായത് ലെസിയുടെ ബുക്കിൽ 2012 കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് തന്നെയാണ്. അതായത് റോയൽറ്റിയുടെ എമൗണ്ട് തന്നെയാണ്. 54,000 ആണ് എമൗണ്ട് വരുന്നത്. 54,000. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് വരും. ബൈ മിനർവ ലിമിറ്റഡ് അക്കൗണ്ട്.
ബൈ മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എമൗണ്ട് ഡേറ്റ് വരുന്നത് 2012 ഡിസംബർ 31. എമൗണ്ട് 54,000. ഇനി സെക്കൻഡ് എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. എമൗണ്ട് ലെസർ റിസീവ് ചെയ്യുന്ന റോയൽറ്റിയുടെ എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് സെയിം തന്നെയാണ്, 54,000 ആണ്. 2012 ഡിസംബർ 31 എന്നാണ് ഡേറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിന്റെ പോസ്റ്റിംഗ് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ വരുന്നത് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് 54,000 ആണ്. ഡേറ്റ് 2012 ഡിസംബർ 31. ഇനി സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. എമൗണ്ട് സെയിം തന്നെയാണ്. ഇവിടെ ലെസറെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി എന്ന് പറയുന്ന ഇൻകം ആണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ എൻട്രിയുടെ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഇനി ബാങ്ക് അക്കൗണ്ടിൽ രണ്ടാമത്തെ എൻട്രിയുടെ പോസ്റ്റിംഗ് ബാങ്ക് അക്കൗണ്ടിൽ വരും. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു മിനർവ ലിമിറ്റഡ് എന്നായിരുന്നു എൻട്രി. ബാങ്ക് അക്കൗണ്ടിൽ ടു മിനർവ ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു മിനർവ ലിമിറ്റഡ്. ബാങ്ക് അക്കൗണ്ടിൽ ടു മിനർവ ലിമിറ്റഡ്. ഡേറ്റ് 2012 ഡിസംബർ 31. എമൗണ്ട് 54,000 ആണ്. നമ്മൾ 3 എൻട്രിയുടെയും പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. നമുക്കിനി ഓരോ അക്കൗണ്ടും ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ആദ്യത്തെ അക്കൗണ്ട് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് ബാലൻസ് ഒന്നുമില്ല. 54,000 ടോട്ടൽ എടുത്തെഴുതുക. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും അതുപോലെ തന്നെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് ബാലൻസ് ഒന്നും വരുന്നില്ല. രണ്ട് സൈഡിലും ടോട്ടൽ എടുത്ത് എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒരു ട്രാൻസാക്ഷൻ, ഒരു എൻട്രി മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അത് വെച്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വളരെയധികം ട്രാൻസാക്ഷൻസ് മറ്റേ വരാനുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് 54,000 ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും, ലെസറിന്റെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതാണ്. റിസീറ്റും പേയ്മെന്റുകളും എല്ലാം വരുന്നതാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെയും എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ അല്ല. 54,000 വെറുതെ ടോട്ടൽ ചെയ്തിട്ടാൽ മാത്രം മതി. പിന്നെ നെക്സ്റ്റ് ഇയർ 2013 ഡിസംബർ 31 ആണ്. ഇവിടെയും എൻട്രീസ് സെയിം ആണ്. ആദ്യം റോയൽറ്റി ഡ്യൂ ആവുന്നത്, അതായത് ലെസർക്ക് റോയൽറ്റി കിട്ടാനുള്ള അർഹത ഉണ്ടാകുന്നതിനെയാണ് ഡ്യൂ ആകുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ എൻട്രി പോസ്റ്റ് ചെയ്യാം. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റഡ് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്, ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. ഡേറ്റ് 2013 ഡിസംബർ 31 ആണ്. എമൗണ്ട് സെക്കൻഡ് ഇയറിലെ എമൗണ്ട് 62,400 ആണ്. 62,400 ആണ്. ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിലും നമ്മൾ കൊടുക്കണം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് വരുന്നത്. ബൈ മിനർവ ലിമിറ്റഡ്. എമൗണ്ട് 62,400 ആണ്. ഇനി നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവ് ചെയ്യുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു മിനർവ ലിമിറ്റഡ് എന്നാണ് എൻട്രി. ബാങ്ക് അക്കൗണ്ടിൽ ടു മിനർവ ലിമിറ്റഡ്.
ബാങ്ക് അക്കൗണ്ടിൽ ടു മിനർവ ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 62,400 തന്നെയാണ്. ഡേറ്റ് 2013 ഡിസംബർ 31. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് വേണം. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ ബാങ്ക് അക്കൗണ്ട് 2013 ഡിസംബർ 31 ആണ് ഡേറ്റ്. എമൗണ്ട് 62,400 ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. എൻട്രി വരുന്ന റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് 2013 ഡിസംബർ 31 ആണ് ഡേറ്റ്. എമൗണ്ട് വരുന്നത് 62,400. ഇനി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് വരുന്നുണ്ട്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 62,400 ആണ്. നമ്മള് 2013 എല്ലാ എൻട്രിയും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ രണ്ട് സൈഡ് ഈക്വലാണ്. അക്കൗണ്ട് ടോട്ടൽ എടുത്ത് എഴുതുക. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും രണ്ട് സൈഡും ഈക്വൽ ആണ്. ടോട്ടൽ എടുത്ത് എഴുതിയാൽ മതി. ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ആകെ ഒരു എൻട്രി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ജസ്റ്റ് ടോട്ടൽ എടുത്ത് എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കേസിൽ അതുപോലെ തന്നെയാണ്. ക്രെഡിറ്റ് സൈഡിൽ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ സൈഡ് മാത്രം ഒന്ന് ടോട്ടൽ ചെയ്ത് കാണിക്കുക. നെക്സ്റ്റ് 2014 ഡിസംബർ 31 എൻട്രീസ് ആണ് ഇനി പോസ്റ്റ് ചെയ്യാനുള്ളത്. എൻട്രീസ് ഒക്കെ സെയിം ആണ്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ആദ്യം വരുന്നത്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു റോയൽറ്റി റിസീവബിൾ. ഡേറ്റ് വരുന്ന 2014 ഡിസംബർ 31 ആണ്. എമൗണ്ട് റോയൽറ്റിയുടെ എമൗണ്ട് തന്നെയാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് തന്നെയാണ്. 72,000 ആണ് എമൗണ്ട്. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ എന്ന് നമ്മൾ പോസ്റ്റ് ചെയ്തു. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ മിനർവ ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 72,000 ആണ്. ഇനി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന, അതായത് റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ടു മിനർവ ലിമിറ്റഡ് എന്നാണ് എൻട്രി വരുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ ടു മിനർവ ലിമിറ്റഡ് എന്ന് പോസ്റ്റിംഗ് വരും. ഡേറ്റ് 2014 ഡിസംബർ 31 ആണ്. എമൗണ്ട് 72,000 കൊടുക്കുക. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 72,000 ആണ്. ഡേറ്റ് 2014 ഡിസംബർ 31. ലാസ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വരും. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2014 ഡിസംബർ 31 ആണ് ഡേറ്റ്. എമൗണ്ട് 72,000 ആണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എമൗണ്ട് 72,000 ആണ്.
എമൗണ്ട് 22,000, ഡേറ്റ് വരുന്നത് 2014 ഡിസംബർ 31. നമുക്ക് ഈ വർഷത്തെ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നുമില്ല, രണ്ട് സൈഡ് വീക്കിലാണ്. 22,000 നമ്മൾ എടുത്തെഴുതുന്നു. മിനർവ ലിമിറ്റഡ് അക്കൗണ്ടിലും രണ്ട് സൈഡും ഈക്വലാണ്, അതുകൊണ്ട് 72,000 നമ്മൾ ടോട്ടൽ എടുത്തെഴുതുന്നു. ബാങ്ക് അക്കൗണ്ടിൽ 22,000 വന്നിട്ടുണ്ട്. നമുക്ക് മറ്റേ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് ഈ സൈഡ് ടോട്ടൽ ചെയ്തിടുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കേസിൽ ക്രെഡിറ്റ് സൈഡിലെ ഒരേ ഒരു എൻട്രി മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എമൗണ്ട് ടോട്ടൽ എടുത്തെഴുതി അണ്ടർലൈൻ ചെയ്യുന്നു. ഇനി 2015 ഡിസംബർ 31 എൻട്രീസ് ആണ് നമുക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ളത്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് ടു റോയൽറ്റി റിസീവബിൾ എന്നാണ് എൻട്രി വരുന്നത്. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു റോയൽറ്റി റിസീവബിൾ. എമൗണ്ട് വരുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് തന്നെയാണ്. 75,600 ആണ്. 75,600. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ മിനർവ ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. 2015 ഡിസംബർ 31 ആണ് ഡേറ്റ്. എമൗണ്ട് വരുന്നത് 75,600 തന്നെയാണ്. ഇനി രണ്ടാമത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് ആണ്. റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ടിൽ ടു മിനർവ ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 75,600 ആണ്. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ ബാങ്ക് അക്കൗണ്ട് 75,600 ആണ് എമൗണ്ട്. ഡേറ്റ് 2015 ഡിസംബർ 31 ആണ്. ഇനി ലാസ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രി ആണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് 75,600 ആണ്. 2015 ഡിസംബർ 31 എന്നാണ് ഡേറ്റ് വരുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് എൻട്രിയുടെ പോസ്റ്റിംഗ് വരുന്നത്. ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. എമൗണ്ട് 75,600 ആണ്. നമ്മൾ എല്ലാ എൻട്രിയും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ രണ്ട് സൈഡും ഈക്വൽ ആണ്. ടോട്ടല് ഒന്ന് എടുത്തെഴുതുക. മിനർവ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും അതുപോലെ തന്നെ എല്ലാ വർഷത്തെയും പോലെ ബാലൻസിംഗ് ഫിഗർ ഒന്നുമില്ല, രണ്ട് സൈഡ് ഈക്വൽ ആണ്. എമൗണ്ട് എടുത്തെഴുതുക. ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമ്മളൊന്ന് ജസ്റ്റ് ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മതി. മറ്റ് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന പല ട്രാൻസാക്ഷനിൽ ഒന്ന് മാത്രമാണ് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് വന്നിട്ട് ക്രെഡിറ്റ് സൈഡിലാണ്. മറ്റ് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല, മറ്റ് എൻട്രീസ് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ആ സൈഡ് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മതി. ledger accounts in the books of Earth Limited, that is ലെസർ. ലെസറിൻ്റെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് അക്കൗണ്ട് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് 2012 ഡിസംബർ 31 ക്രെഡിറ്റ് സൈഡിൽ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് 54,000.
റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 54,000 റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും സെയിം എമൗണ്ട് തന്നെ വന്നിരിക്കുന്നു, അതുകൊണ്ട് ബാലൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് 2013 ഡിസംബർ 31 ക്രെഡിറ്റ് സൈഡിൽ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് 62,400 റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. രണ്ട് സൈഡിലും 62,400 ആണ് എമൗണ്ട് വരുന്നത്. ബാലൻസ് ഫിഗറുകളൊന്നും ഇല്ല. 2014 ഡിസംബർ 31 ക്രെഡിറ്റ് സൈഡിൽ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് 72,000 റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. 2015 ഡിസംബർ 31 ക്രെഡിറ്റ് സൈഡിൽ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റോയൽറ്റി പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. 75,600 ആണ് എമൗണ്ട്. ബാലൻസ് ഒന്നും ഇല്ല. നെക്സ്റ്റ് മിനർവ ലിമിറ്റഡ് അക്കൗണ്ട്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എമൗണ്ട് 54,000 ആണ്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. അതിൻ്റെ പോസ്റ്റിംഗ് ആണ് മിനർവ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്ന് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ റോയൽറ്റി റിസീവ് ചെയ്യുന്ന റോയൽറ്റിയുടെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. മിനർവ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. രണ്ട് സൈഡിലും എമൗണ്ട് 54,000 ആണ്. 2012 റോയൽറ്റി എമൗണ്ട് 54,000 ആയിരുന്നു. രണ്ട് സൈഡിലും ഒരേ എമൗണ്ട് ആയതുകൊണ്ട് ബാലൻസിങ് ഫിഗർ ഒന്നുമില്ല. 2013 ഡിസംബർ 31 ഡെബിറ്റ് സൈഡിൽ റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. മിനർവ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 62,400 ആണ്. എമൗണ്ട് 62,400. ക്രെഡിറ്റ് സൈഡിൽ റോയൽറ്റിയുടെ എമൗണ്ട് റിസീവ് ചെയ്യുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. മിനർവ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 62,400. നെക്സ്റ്റ് 2014 ഡിസംബർ 31 എൻട്രി വരുന്നത്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് 72,000 ആണ് തേർഡ് ഇയറിലെ എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് സെയിം എമൗണ്ട് തന്നെ റിസീവ് ചെയ്യുന്നു. റോയൽറ്റി എമൗണ്ട് റിസീവ് ചെയ്യുന്നു. നെക്സ്റ്റ് 2015 ഡിസംബർ 31 ഡെബിറ്റ് സൈഡിൽ മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്ന റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. മിനർവ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 75,600 ആണ്. ക്രെഡിറ്റ് സൈഡിൽ റോയൽറ്റി റിസീവ് ചെയ്യുന്ന എമൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മിനർവ ലിമിറ്റഡ് എന്നായിരുന്നു എൻട്രി. മിനർവ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എല്ലാ ഇയറിലും
ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേ എമൗണ്ട് തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് ബാലൻസ് ഫിഗർ ഒന്നുമില്ല. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഒറ്റ എൻട്രി മാത്രമേ എല്ലാ വർഷങ്ങളിലും ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. എമൗണ്ട് റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ്, റോയൽറ്റി എമൗണ്ട് റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ടിൽ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത് ഡെബിറ്റ് സൈഡിൽ. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് വരുന്നത് ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നായിരിക്കും. 54,000 ആണ് ഫസ്റ്റ് ഇയറിലെ എമൗണ്ട്. ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ട്രാൻസാക്ഷൻസ് ഡേറ്റ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് മറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. 2013 ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് റോയൽറ്റി എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രി മാത്രമേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. ഇവിടെ 2013 ഡിസംബർ 31 ഡെബിറ്റ് സൈഡിൽ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 62,400 ആണ്. 2014 ഡിസംബർ 31 റോയൽറ്റി എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മിനർവ ലിമിറ്റഡ്, എമൗണ്ട് 72,000 ആണ്. ബാങ്ക് അക്കൗണ്ടിൽ ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 72,000. 2015 ഡിസംബർ 31 റോയൽറ്റി എമൗണ്ട് റിസീവ് ചെയ്യുന്നു. ടു മിനർവ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 75,600 ആണ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇയറിലും ഓരോ എൻട്രീസ് മാത്രമേ ഉള്ളൂ. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ അല്ലെങ്കിൽ റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി മാത്രമാണ് ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 2012 ഡിസംബർ 31 ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് 54,000 ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നു. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് 54,000 ആണ്. ലെസറെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി എന്ന് പറയുന്നത് ഇൻകമാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. 2013 ഡിസംബർ 31 റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നു. എമൗണ്ട് 62,400 ആണ്. 2014 ഡിസംബർ 31 സെയിം എൻട്രി തന്നെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്, എമൗണ്ട് 72,000 ആണ്. റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. 2015 ഡിസംബർ 31 റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോസ്റ്റിംഗ് വരുന്നത്. 75,600 ആണ് എമൗണ്ട്. Thank you for watching this video.